കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഓർപ്പിച്ചതുപോലെ ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. As the pastor reminded us, we are all living in a time in which where the world events are calling out to the fact that the Lord's coming is near. അടുത്ത സമയത്ത് ഞാൻ വായിച്ച ഒരു ബുക്കുണ്ട്, ആൽബർട്ട് ഹിൽക്കോവിച്ചിൻ്റെ ഒരു പ്രസിദ്ധമായ നോവലാണ്. I recently read a novel written by Albert. അത് ആരംഭിക്കുന്നത് വിശാലമേറിയ ഒരു കടൽ തീരത്തുള്ള ഒരു വലിയ ജയിലുമായിട്ടുള്ള ബന്ധത്തിലാണ്. And the novel starts with the premise of the novel starts at a seashore and there's a prison there. ജയിലിൻ്റെ പ്രത്യേകത, കടൽ തീരത്ത് വലിയൊരു മല, ആ മലയിൽ അതിനേക്കാൾ കുറ്റൻ ഒരു മതിൽക്കെട്ട്. And there's a great mountain near the seashore, and even there you would see a greater wall erected that's even bigger than the mountains. മറ്റ് ജയിലുകളിൽ നിന്ന് ഈ ജയിലിനെ വ്യത്യസ്തമാക്കുന്നത്, ഈ ജയിലിൽ ആരെങ്കിലും അകപ്പെട്ടാൽ ഒരിക്കൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയത്തുള്ളൂ. അത് ജീവനോടല്ല, മരണശേഷം മാത്രം. And the uniqueness of this prison is that if anybody is put into this prison, there's only one occasion in which they can actually leave the prison, and that's not when they're alive, it's when they're dead. ആ ജയിലിൽ മരിക്കുന്ന ആർക്കും വളരെ മനോഹരമായ ഒരു ഫ്യൂണറൽ സർവീസ് അവർ അറേഞ്ച് ചെയ്യാറുണ്ട്. And the prison people would actually prepare a great funeral service for anybody who dies in that prison. അതിന് നേതൃത്വം വഹിക്കുന്നത് വൃദ്ധനായ കറുത്ത വർഗ്ഗക്കാരനായ ഒരു മനുഷ്യനാണ്. And the one who leads all of that is an old elderly gentleman who's of black race. ആരും മരിച്ചാലും പള്ളിമണി മുഴങ്ങും. അപ്പോഴത്തേന് വലിയ മനോഹരമായ ഒരു ശവപ്പെട്ടി, ഒരു പേടകം കൊണ്ടുവരും, അതിൽ മൃതശരീരം നിക്ഷേപിക്കും. എന്നിട്ട് വളരെ രാജകീയ മര്യാദകളോടുകൂടെയുള്ള ഒരു യാത്രയപ്പാണ്. Anytime someone passes away, the church bell or the bells on that island or that seashore would ring, and as soon as it chimes, somebody will bring a beautiful coffin, and then that body is given an honorary burial. അവിടെ ഒരിക്കൽ എത്തിച്ചേർന്നത് ജീവിതത്തിൽ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ലാത്ത ധൈര്യശാലിയായ ഒരു മനുഷ്യനാണ്. And one time a person reached or was put into prison, and his characteristic was he was never afraid of anything. He was always courageous. ഇദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, മരണശേഷം മാത്രമേ പറ്റൂ. അദ്ദേഹം അതൊന്നും കേട്ട് പേടിച്ചില്ല. And everybody told him, once you go there, there is no escape, and the only escape or the only way out of that prison is once you die. And he wasn't afraid of hearing any of that. ആ സ്ഥലത്തിന്റെ കാലാവസ്ഥ അദ്ദേഹം മനസ്സിലാക്കി. He understood the climate of that area. അവിടുത്തെ ഈ കറുത്ത വർഗ്ഗക്കാരനായ മനുഷ്യനെ, അദ്ദേഹത്തെ സ്വാധീനിച്ചാൽ തനിക്ക് സുഗമമായിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. He also realized that if I'm able to influence this person that's taking care of this area, perhaps I'll have some ways to escape. ഇദ്ദേഹത്തിന്റെ ചങ്ങാതിയാകാനായിട്ട് ആദ്യമൊക്കെ നടത്തിയ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. പക്ഷേ അവരൊടുവിൽ തിക് ഫ്രണ്ട്സ് ആയിട്ട് മാറി. His initial attempts to become friends with the leader all failed, but eventually they became good friends. അദ്ദേഹം പറഞ്ഞു, രക്ഷപ്പെടാനുള്ള വഴി ഇതാ, അടുത്ത പള്ളിമണി മുഴങ്ങുന്ന രാത്രിയിൽ പേടകമില്ലേ, ശവപ്പെട്ടി, മൃതശരീരം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനകത്ത് കയറി കിടക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം മുറ പോലെ നടക്കട്ടെ, ഒടുവിൽ മണ്ണിട്ട് മൂടുപെട്ടി അത്രയും നേരം ഞാൻ ശ്വാസം പിടിച്ച് കിടക്കാം, ആളുകളൊന്ന് മാറുമ്പം നിങ്ങൾ രക്ഷിച്ചാൽ മാത്രം മതി. And he told him that the way to escape is when the next time the bells chime, please put me in the coffin and bury me, put the dirt on top of me, and the moment that everybody leaves, then you can rescue me from there. കാര്യങ്ങളെല്ലാം നടന്നു. പള്ളിമണി മുഴങ്ങിയ രാത്രി ഇദ്ദേഹം പേടകത്തിൽ കയറി കിടന്നു. എല്ലാം മുറ പോലെ നടക്കുകയാണ്. And as soon as somebody passed away, the church bells chimed, and just as they planned and prepared, it took place, and it happened. ഒടുവിൽ മണ്ണിട്ട് പെട്ടി മൂടി. And then they closed the coffin and they put the dirt on top. അദ്ദേഹം ശ്വാസം പിടിച്ച് കിടക്കുകയാണ്. And he's holding his breath. അദ്ദേഹത്തിന് അറിയാം തന്റെ സുഹൃത്ത് വരും, ചതിക്കത്തില്ല, രക്ഷപ്പെടുത്തും. And he knew his friend would come, he would not deceive him, and he would be rescued. പക്ഷേ സെക്കൻഡുകൾ മിനിറ്റുകൾ മാറിയിട്ടും സുഹൃത്ത് വരുന്നില്ല. But seconds elapsed and minutes were going by, but his friend never came. എന്തേ സുഹൃത്ത് വരാത്തത്? Why isn't the friend coming? അവസാനം ശ്വാസം മുട്ടുന്നതിന് മുമ്പ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ണിന് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ച. വരാമെന്ന് പറഞ്ഞ സുഹൃത്തില്ലേ, അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച ഈ മനുഷ്യൻ കിടക്കുന്നത്. And then all of a sudden he realized the reason why his friend is not coming is because as soon as he was taking his last breath and before he closed his eyes, he realized the coffin that he's in, the leader of that prison that taking care of all these things were actually the one he was clasping to. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾ വല്ലാതെ തെറ്റുന്ന ഒരു ലോകത്തിലല്ലേ നാം ജീവിക്കുന്നത്. Dearly beloved, do we not live in a world or time in which all of our calculations and plans are null and void? എവിടെയാ മനുഷ്യൻ സുരക്ഷിതനായിരിക്കും?
ജീവിക്കുന്നത്? Where is man finding refuge or security? മലയാളത്തിലൊരു കവി ഒരിക്കൽ പറഞ്ഞത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ് മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനെന്ന്. A poet once said that the only place that a man can find security is in the womb of a mother. പക്ഷെ ഒരു വർഷം ഇന്നും നടക്കുന്നത് 5 കോടി അബോർഷനുകളാ. അതിനകത്ത് 1.5 കോടി കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരങ്ങളിലാണ് കൊല്ലപ്പെടുന്നത്. But even there you see about 550 million babies are being aborted on a yearly basis, and out of that a tenth of that is happening in Kerala. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ പോലും സുരക്ഷിതനല്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. And the reason why I'm saying this, we find a time in which not even a person is safe in the mother's womb. പക്ഷേ ഇന്ന് രാത്രി നമുക്കൊരു ധൈര്യമുണ്ട്. But we have a confidence this നമുക്കൊരു evening. പ്രത്യാശയുണ്ട്. We have a hope this evening. എന്താത്? അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ആശ്രയിക്കാൻ കഴിയുന്ന ദൈവമക്കളെ, നമ്മളെപ്പോലെ ഭാഗ്യമുള്ളവരാരാ ലോകത്തിലുള്ളത്? We have this hope, we have this expectation that we are in the hiding of the secret place of the Most High, hidden under the wings. There's no one like us who has found refuge in the Heavenly Father. ചേർന്ന് പറയാൻ പറ്റുമോ? പർവ്വതങ്ങളും മാറും, കുന്നുകളും നീങ്ങും, പക്ഷേ തൻ്റെ ദയ എന്നെ വിട്ട് മാറുകയില്ല. We can say together, the mountains will move, the hills will be changed, but His grace, His compassion will never fail. ഈ ദിവസങ്ങളിൽ ആ ദൈവകൃപ നമുക്ക് ആവോളം അനുഭവിക്കാം. In these days, let's experience that grace of God in a very immense measure. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക സമയമാണ്, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണെന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that this is a time that God has prepared for us? This is a time, a special time that God has ordained for us. പ്രതീക്ഷയോടെ നമുക്ക് ഈ രാത്രിയിലും തുടരാം. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ച വിഷയം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്ന വിഷയമാണ്. And what we started last night meditating on is from the letter to the Colossians chapter 1 and verse 28 and 29, and to be found perfect in Christ Jesus. എന്താണ് ലേഖന പശ്ചാത്തലമെന്ന് നാം ചിന്തിക്കുവാനിടയായി. We understood the context of that epistle. അവിടെ ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യം കൃത്യമുള്ളവരായി മാറുക എന്നുള്ളതാണ് എന്ന് നാം ചിന്തിച്ചു. We meditated on the fact that God's desire and plan was for the church to be found perfect in Christ. എന്താണ് ശരിക്കും തികവെന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്? What does God mean by when He says being perfect? 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. കൊലോസ്യ ലേഖനം Colossians chapter 1 and verse 21, we read in this മുമ്പേ manner. ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. And you who once were alienated and enemies in your mind by wicked works, yet now He has reconciled. നമ്മളെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരാണ്. We all take regard, or we all honor or respect our tradition, our legacy. പക്ഷെ സത്യത്തിൽ നമ്മുടെ എല്ലാം പാരമ്പര്യം ഒരേ പാരമ്പര്യമാണ്. But in reality, all of our legacy, our heritage is the same. ഈ ഞാൻ സർവ്വസാധാരണമായിട്ട് നാട്ടിലാണെ മുണ്ട് ഷർട്ടേ ഉപയോഗിക്കാറുള്ളൂ. And back in Kerala, I normally wear a mund and a shirt. എൻ്റെ പിതാവാണ് പാൻറ് ഷർട്ട് ഉപയോഗിച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. I've only seen my father use a pant and a shirt. ഞങ്ങളുടെ അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചനാണ് മുണ്ടും ജുബായും ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. My grandfather would wear a mund and a juba. എൻ്റെ വല്യപ്പച്ചൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. ആ ഫോട്ടോയ്ക്കകത്ത് ഷർട്ടും ജുബായും ഒന്നുമല്ല, ഒരു മുണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ മേളിൽ നിന്ന് താഴോട്ടൊരു മുണ്ട്, മേമുണ്ടെന്നും കുറിയാണ്ടെന്നും ഒക്കെ അതിന് പറയുന്നത്. അങ്ങനെ ഒരു ഫോട്ടോയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. There's a picture of my great grandfather in my house. When I looked at his outfit in that picture, he's wearing a mund. He doesn't have a shirt. He has another mund that comes across. എൻ്റെ വല്യപ്പൻ എങ്ങനെ ആയിരുന്നെന്ന് ഞാൻ വല്യപ്പനോട് ചോദിച്ചിട്ടുണ്ട്. അന്നേരം അപ്പച്ചൻ പറഞ്ഞത് ആ കാലത്ത് ഷർട്ടും പാൻറ്റും ഒന്നുമില്ല, നീ കുറിയാണ്ട് മാത്രമേ ഉടുക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. And I've asked my great grandfather how his grandfather was, and they said there was no shirts at that time. They just wore a half mund. അതിൻ്റെ മേളത്തെ പുള്ളിക്ക് ഇതും കാണത്തില്ലായിരിക്കും അല്ലേ? If we go back far enough, maybe they had nothing. സത്യത്തിൽ നമ്മുടെ എല്ലാം പാരമ്പര്യം ഒരേ പാരമ്പര്യം. All of our legacy, our heritage is pretty much the same. അവിടെ നിന്ന് കർത്താവ് നമ്മളെ സ്നേഹിച്ചു. From there, God loved us. കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. The Lord redeemed us. ദൈവമക്കളാക്കി തീർത്തു. He made us children of God. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. God has a purpose, objective for our lives. എന്താ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം? What is God's objective for us? വെള്ളം ഇടിപ്പിച്ച് കുമ്മനാട്ട് കൊണ്ട് നിർത്തുക എന്നുള്ളതാണോ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം? Is it to wear white and go and stand in Kumbanad? ഹലോ, ഞങ്ങളൊക്കെ കണ്ട ഒരു പക്ക പാസ്റ്റർ ലുക്കാ അല്ലേ? If you look at us, we look like pastors. ക്ലീൻ ഷേവ്, വെള്ള ഷർട്ട്. Clean shave, white shirt. ഈ ക്ലീൻ ഷേവ് ചെയ്തവരെല്ലാം വിശുദ്ധരാണെങ്കിൽ
ക്ലീൻ ഷേവ് ചെയ്തവരെല്ലാം വിശുദ്ധരാണെങ്കിൽ if everybody that's clean shave is holy, കേരളത്തിൽ 98% 50 ലക്ഷം ബംഗാളി പിള്ളേർ വന്ന് കിടപ്പുണ്ട്. അതിനകത്ത് 98% പേരും ക്ലീൻ ഷേവുകാരാണ്. if that's the case, about 9.8 million Bengali folks are there, and half of them are clean shaved. 98% is clean shaved. വെള്ളയിട്ടവരെല്ലാം വിശുദ്ധരാണ്. കൊല്ലത്ത് വള്ളിക്കാവിൽ ഒരു തള്ള ഇരിപ്പുണ്ട്. അവരുടെ അത്രയും വെള്ളയിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും കേരളത്തിൽ. If wearing white is what's considered holy, there's a lady that lives in Kollam that's got the purest of white, and there's no one comes close. പിന്നെ എന്നാ പാസ്റ്റർ വെള്ളയിട്ടോണ്ട് വന്നത്? Why is it the pastor wears white? അത് ഞാൻ പറയാം, അവർ യോഗ്യന്മാരാകാൻ ഇതൊരു ഡീസൻസിയുടെ അടയാളമാണ്. It's a sign of decency. മുന്നും പിന്നും ഇല്ലാത്തത്, സൈഡും ചൂടും ഇല്ലാത്തതും അങ്ങും ഇങ്ങും എത്താത്തതും ഒക്കെ ധരിച്ചുകൊണ്ട് വരുന്നത് അതൊരു മാന്യതയല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെള്ളയിട്ടിരിക്കുന്നത്. When things look distorted or disfigured, things that don't match or don't necessarily correlate well, or is pieces and bits together, it doesn't go well, so therefore you wear white. വെള്ളയിട്ടോണ്ടൊന്ന് വിശുദ്ധരാന്ന് വിചാരിക്കരുതേ. Don't think just because you wear white that you're holy. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. God has an objective for us. 48 വയസ്സിലും 40 വയസ്സിലും അച്ഛനൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? എപ്പോഴാ പോന്ന ആർക്കാ പറയാൻ പറ്റുന്നത്? Who is able to say that when their life ends? പക്ഷെ ഒരു ദിവസം നമ്മൾ അവിടെ നിൽക്കേണ്ടവരാ. But one day we have to stand before the judgment throne. ആരുടെ കണ്ണിന്റെ മുമ്പിൽ? Before whose eyes? In his eyes, in his sight, അവന്റെ ദൃഷ്ടിയിൽ. In his sight we stand. അയ്യോ, ഞാനോ ജേക്കബ് മാത്യു സാറൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ ആരെക്കുറിച്ച് ഒരു ദോഷം പറയുന്നവരൊന്നുമല്ല, നല്ലത് മാത്രമേ പറയത്തുള്ളൂ. We don't ever talk bad about anybody else. We only talk about the good things. എൻ്റെ സാറേ, പവർഷൻ്റെ ഏത് യോഗം നടത്തിയാലും ലീഡ് ചെയ്യാൻ എന്നെയാണ് കയറ്റി നിർത്തുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ 4 വാക്ക് എല്ലാവരെയും പൊക്കി പറയും. When there's a meeting take place for Power Vision, they ask me to lead, not for any other reasons except that I make people feel better. ഈ അടുത്ത സമയത്ത് എനിക്ക് അതുകൊണ്ട് ഒരു അബദ്ധവും പറ്റി. ഒരു ശവടക്കിന് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അച്ഛൻ്റെ മരണം ഭയങ്കര നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ ചോദിച്ചു, ഇങ്ങേരെ കുറിച്ച് തന്നെയാണോ പറഞ്ഞതെന്ന്. So it became an accident for me in the sense that I went to a funeral service, and I said that during the funeral service, this person's death is a loss for us. And after the service, someone came to me and said, "Are you sure you were speaking about the same person?" ഞങ്ങളെല്ലാം പറയുന്നത് കേട്ടോണ്ട് പൊങ്ങൊന്നും ചെയ്യരുതേ. Just because we say something, don't be lifted in or have pride. ഈ മനുഷ്യരൊക്കെ പറയുന്നത് കേട്ടോണ്ട് പൊങ്ങരുതേ. ഒരു ദിവസം കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാ. It doesn't matter what man say, we shouldn't be elated so much when we hear other words. We should realize we have to stand before the Lord. ആ കണ്ണിന്റെ മുമ്പിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിനപ്പുറത്ത് ഈ ക്രിസ്ത്യ ജീവിതം കൊണ്ട് എന്താ അതല്ലേ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം? Isn't it the best thing to stand before the Lord and for him to say you are a man of integrity, you are a man of innocence, you're a man of holiness and purity? There's no greater certificate than that we can receive. ഞാൻ ഇന്ന് വിശുദ്ധി പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഇന്ന് വിശുദ്ധി പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ്. You'll know if I talk about holiness today, you like to hear it. കാര്യം ഉപവാസ പ്രാർത്ഥനയല്ലേ, ഇവിടെ പിന്നെ വിശുദ്ധി അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? It's a fasting prayer, and the topic of holiness is always appropriate. ഞാൻ പറയുന്നത് 21 ദിവസം കൊണ്ട് തീരുന്ന ഒരു വിശുദ്ധിയെ കുറിച്ചല്ല. I'm not talking about a holiness that ends in 21 days. വിശുദ്ധരായി അവിടെ നിൽക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എവിടാന്നറിയാവോ? ലോകത്തിലാ. And we who are expected to be holy and stand before the holy God, where has that God placed us in this world? എന്താ ഈ ലോകത്തിന്റെ പ്രത്യേകത? What is unique or special about this world? നമ്മൾ പറയും അമേരിക്ക, ഇന്ത്യ, ഇന്നടം, അങ്ങനൊന്നുമില്ല. ലോകത്തിന് എപ്പോഴും പൊതു സ്വഭാവങ്ങളുണ്ട്. We might talk or differentiate between America and India and different countries, but in reality the world has a common character or demeanor. ഭൂമിക്ക് 4 ദിക്കുള്ളതുപോലെ കട്ടിലിന് 4 കാലുള്ളതുപോലെ ലോകത്തിന് 4 സ്വഭാവമുണ്ട്. Just like a bed has 4 legs or the earth has 4 directions, the world has 4 characteristics. 2-ാം അധ്യായത്തിലാണ് ലോകത്തിന്റെ 4 സ്വഭാവങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നത്. It's in the 2nd chapter of the letter to the Colossians where we see the 4 demeanors or characteristics of the world. 4-ാം വാക്യം വായിച്ചേ. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ. വേൾഡ് ഈസ് എ വേൾഡ് ഓഫ് ചീറ്റിംഗ്. ലോകത്തിന്റെ 1-ാമത്തെ സ്വഭാവമാണ് ലോകം ചതിക്കുന്ന ലോകമാണ്. The first characteristics of the world that we see there in the 4th verse is that it is a deceiving world. സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ. Just as the serpent deceived Eve. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാര്യമല്ല പറഞ്ഞേ. 2000 വർഷം മുമ്പ് പൗലോസിന്റെ കാലത്ത് ലോകത്തിന്റെ സ്വഭാവമാണ് ലോകം എന്ത് ചെയ്യും?
ചതിക്കും. We're not talking about the current times. Paul is speaking to 2,000 years ago. The characteristic of the world included deception. ഇന്നും ലോകം എന്ത് ചെയ്യും? What does the world do today? ചതിക്കും. It deceives. ലോകം ഇനി ഒരു 2000 കൊല്ലം കൂടെ ഉണ്ടെങ്കിലും അന്നും ലോകത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? Even if the world existed for another 2,000 years, the characteristic of deception will still be there. നമുക്ക് ചതിക്കാൻ പറ്റുമോ? Are we able to deceive? നമ്മൾ ചതിയന്മാരാണോ എന്ന് ഒറ്റ ആളിനോട് മാത്രം ചോദിച്ചാൽ മതി. Or to find out if you're deceivers, there's only one person that you have to ask. ആരോട് ചോദിക്കണം? Ask whom? നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം. Ask your conscience. പ്രവാചകന്മാരോട് ചോദിച്ചാൽ എല്ലാം നല്ലതേ പറയത്തുള്ളൂ. If you ask prophets, they only tell you the good things. പണ്ട് സത്യമായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയുള്ളത് ബന്ധുക്കോസിലെ പ്രവാചകന്മാരെയായിരുന്നു. Back in the days, people that I was most afraid of were the prophets in Pentecostals. സത്യമായിട്ട് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ തല്ലിക്കൊന്നാൽ ആഹാരം തരത്തില്ല വീട്ടിൽ നിന്ന്. As the fasting prayer is taking place, no matter what happens, there's no food, absolutely no food at all. എൻ്റെ അന്നുണ്ടാകുന്നതിൻ്റെ അത്രയും വിശപ്പുണ്ടാകുന്ന ഒരു ദിവസം വേറെ വീട്ടില്ലതാണ്. And there's no other day like that day in which you become hungry. കാര്യം വരുന്ന ഉദ്ദേശിക്കൽ കൊടുക്കാനായിട്ട് ഇറച്ചി ഉണ്ടാക്കുന്നു, മീൻ ഉണ്ടാക്കുന്നു, തോരൻ ഉണ്ടാക്കുന്നു, അമ്മ എല്ലാം കൂടി ഇതുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ മണമടിക്കുമ്പോഴത്തേന് എന്തുമാത്രം വിശപ്പുണ്ടാകാറുണ്ട്. And as the food is being prepared for the servants of God who are coming to minister, the curries and the beef and the fish is all being made, and the aroma comes in, then the hunger even gets higher. എന്ത് ചെയ്താലും തരത്തില്ല. But no matter what happens, there's no food. പിന്നെ ആകെപ്പാടെ ഒരു പോംവഴിയുള്ളത് അമ്മ ഇതെല്ലാം ഒരുക്കി വെച്ചേച്ച് കുളിക്കാൻ പോകുമ്പോൾ ഫ്ലാസ്ക് എടുത്ത് വെക്കാനായിട്ട് നമ്മളോട് പറയുന്ന ഒരു സമയമുണ്ട്. There's one instance in which after all the food is done, the mother goes to take a bath, and they'll tell us to get the flask, the water flask prepared. ഇത് എടുക്കാൻ ചെല്ലുമ്പോൾ ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കും, കഴിക്കണോ കഴിക്കണ്ടായോ? As we go prepare this, the beef is looking at us and asking, should I eat, should I not eat? വിശപ്പ് കഴിക്കാൻ നിർബന്ധിക്കും. പക്ഷെ സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ കഴിച്ചിട്ടുണ്ട്. Because the hunger compels you to eat, and to be honest, I have eaten. വായെല്ലാം കഴി ഈ ഫ്ലാസ്ക് കൊണ്ട് എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു മുന്നിൽ വന്നിരിക്കുമ്പോഴാണ് മുട്ടയിലിരുന്ന് യാഗരിക്കുന്ന പ്രവാചകനെ കാണുന്നത്. കഴിച്ചതും ദഹിക്കും, അടിവയറ്റിന് തീയും കയറും. എന്തുമാത്രം പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ വെളിപ്പെടല്ലേ വെളിപ്പെടല്ലേ, അടിയനെ പൊടിയോളം താഴ്ത്തുന്നു, ഒരു പ്രാവശ്യം കൂടെ കഴുകണേ, രക്തത്താൽ ശുദ്ധീകരിക്കണേ, എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. When it's after we eat, I wash my mouth really well, take the flask, bring it to the meeting place, and I sit down to pray, and I sit down for the meeting. All of a sudden I realize a prophet is sitting next to me, and then everything that I've eaten, everything starts to come up, and I realize, oh, the prophet might reveal this, and I would sit there and pray, Lord, please not let him reveal anything. I lower myself to the dust, oh God, let him not be revealed. കാരണം അന്നത്തെ ഉദ്ദേശിമാർക്ക് വെളിപ്പെടുകയും ചെയ്യും, വെളിപ്പെട്ടാൽ അവര് പറയുകയും ചെയ്യും. And back then, if it was always revealed to them, the prophets always understood what happened, and once they understood or revealed, it was always declared. ഇന്ന് വെളിപ്പെടുത്തുമില്ല. അഥവാ ആരെങ്കിലും വെളിപ്പെടുത്തി പറഞ്ഞ നമ്മൾ ജേക്കബ് മാത്യു സാറിനോട് പറയും, ഓ പുള്ളിക്ക് ചില ശുശ്രൂഷയൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി പരിജ്ഞാനക്കേടുണ്ട്. Even if nobody receives revelation today, but even if somebody were to, and they said something, we would go to our pastor and say, yeah, he has some kind of gifting, but he's also very lacking in knowledge. എന്താ പരിജ്ഞാനക്കേട്? What's the lack of knowledge? അതാ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. It's because they said exactly what it is. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ ചതിക്കരുത്. മനസാക്ഷിയോട് ചോദിക്കണം, എന്നെ വിശ്വസിക്കാൻ കൊള്ളാമോ? എൻ്റെ കൈ ചതിയുണ്ടോ? ഇന്നത്തെ എൻ്റെ കണ്ടീഷനിൽ കർത്താവ് വന്നാൽ ഞാൻ പോമോ? We should ask ourselves, we should ask our conscience, am I trustworthy? Am I a deceiver? And if someone were to trust in me, would that lead to some danger? ഇനി 8-ാം വാക്യം വായിച്ച ലോകത്തിൻ്റെ രണ്ടാമത്തെ സ്വഭാവമാണ് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന്. അപ്പൊ ലോകം എന്തോ ചെയ്യുന്ന ലോകമാ? കവർച്ച ചെയ്യുന്ന ലോകമാണ്. The world is also a cheating world. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടൊക്കെ? അതാ വെറും വഞ്ചന കൊണ്ട്. Empty deceit. സ്തോത്രം. ഇന്നൊരാൾ പറയുന്നത് കേട്ടു, ഫേസ്ബുക്കിന് ഫാസ്റ്റിംഗ് അനുവദിച്ചെന്ന്. സത്യമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. Somebody said, I'm fasting from Facebook, and that's something that we should really do. പെന്തിക്കോസുകാർ കൃത്യമായിട്ട് ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, ഫോണിനെ സ്നാനപ്പെടുത്തുകയും വേണം. 2, ഫേസ്ബുക്കിന് സ്തോത്രം. Pentecostals, we should do 2 things: baptize our phone and then also fast from ഉപവാസം Facebook. എന്ന് പറഞ്ഞാൽ എന്താ? ഉപവാസം. What does fasting mean? മലയാളത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ സാധാരണമായി പറയുന്നത്. അത് ഏറ്റവും ആഴത്തിൽ പറഞ്ഞുണ്ടല്ലോ, അഹം വെടിഞ്ഞ് ഇഹം വെടിഞ്ഞ് സുഖം വെടിഞ്ഞിരിക്കുന്ന അവസ്ഥയാ ഉപവാസം.
Fasting really means to avoid ourselves, to rid of everything that's inside, outside, and then to be sitting still. 10ാമത്തെ ദിവസമായതുകൊണ്ട് ഞാൻ ഇനി അത് പറയുന്നില്ല. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പറയാം. ദൈവത്തിന് സ്തോത്രം. Because it's the 10th day, I'm not going into the details of that. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സിമ്പിളായിട്ട് പറയാം. ഈ അടുത്ത സമയത്ത് ഒരു അച്ഛനും ആൻ്റിയും കൂടെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. To say it simply, a husband and wife came to my house for prayer. അച്ഛൻ 65 വയസ്സും അമ്മാമ്മയ്ക്ക് 62 വയസ്സും. The husband is 65, the wife is 62. 10-40 കൊല്ലമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നവർ. And about 40 years they've been living together. രൂക്ഷമായ കുടുംബ പ്രശ്നം. A very critical family issues. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. The husband said, please pray. പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി 38 വർഷമില്ലാത്ത പ്രശ്നമാണ് 2 വർഷം കൊണ്ട്. And then I understood as I was talking to them, what has not taken place in the first 38 years has taken place in the last 2 years. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ശരിക്കും എന്താ കാരണം എന്താ? So I asked them, what is the reason? പുള്ളി പറഞ്ഞ പോലെ, ഇത് പാർലമെന്ററി ആണെന്ന് എനിക്കറിയാം, എന്നാലും പുള്ളി പറഞ്ഞ പോലെ അങ്ങ് പറയാ, എൻ്റെ പൊന്നു മോനെ എഴുന്നേൽക്കുമ്പം മുതലാ കുന്തത്തിൻ്റെ മുമ്പിലാ, എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും തരത്തില്ല. And what he said is not very good language, but he said the moment she wakes up, she sits in her front of device, I can't even get a glass of water. എന്തിൻ്റെ കാര്യം എന്നറിയോ? വാട്സപ്പിൻ്റെ കാര്യം പറയുന്നത്. 62-കാരിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ 18-കാരൻ്റെ കാര്യം. 62-year-old is now addicted to WhatsApp. If that's the case, how much more a younger person? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ കവർച്ച ചെയ്യരുത്. The world shall not capture us or make us captives. ഇനി 16-ാം വാക്യം, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പൊ ലോകത്തിന്റെ 3ാമത്തെ സ്വഭാവമാണ്, ലോകം എന്ത് ചെയ്യും? വിധിക്കും. In the 16th verse, let no one judge you in food or in drink or regarding a festival or a new moon or Sabbath. That means the third characteristic of the world is that it judges. ഇനി 18ാമത്തെ വാക്യം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ജഡമനസ്സുകൊണ്ട് ചീർക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. In the 18th verse, let no one cheat you of your reward, taking delight in false humility and worship of angels, intruding into those things which we has not seen, vainly puffed up by his fleshly mind. അപ്പോൾ ലോകത്തിന് 4 സ്വഭാവമാണുള്ളത്. So 4 characteristics of the world. എന്തൊക്കെയാ ലോകത്തിന്റെ സ്വഭാവം? What are those 4? 1 ചതിക്കുന്ന ലോകം. 1, it deceives. 2 കവരുന്ന ലോകം. 2, it makes us 3 captives. വിധിക്കുന്ന ലോകം. 3rd, it judges. 4 വിരുദ്ധ തെറ്റിക്കുന്ന ലോകം. 4thly, it messes up our aim. ചതിക്കുന്ന ലോകത്തിൽ, കവരുന്ന ലോകത്തിൽ, വിധിക്കുന്ന ലോകത്തിൽ, വിരുദ്ധ തെറ്റിക്കുന്ന ലോകത്തിൽ എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. എന്തിനു വേണ്ടി? വിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ, കുറ്റമില്ലാത്തവരാകാൻ, കാഹളത്തിന്റെ മുമ്പിൽ തെളിമയോടെ നിൽക്കാൻ. In a deceiving world, in a world that makes us captive, in a world that judges us, in a world that takes our reward away, we are kept in this world so that we can stay pure and look for the reward in heaven. എങ്ങനെ പറ്റും? How is it possible? എങ്ങനെ സാധിക്കും? How is it possible? 2 വഴിയാണ് കൊലോസ്യ ലേഖനം പറയുന്നത്. 2 ways that the letter to the Colossians tells us. 1-ന്റെ 28 പറയുകയാണ്, തികഞ്ഞവരാകുവാൻ സകല മനുഷ്യരെയും പ്രബോധിപ്പിക്കുകയും ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. Chapter 1 and verse 28, it says, him we preach, warning every man and teaching every man in all wisdom, that we may present every man perfect in Christ അപ്പം Jesus. ഈ ചതിക്കുന്ന ലോകത്തിൽ, കവരുന്ന ലോകത്തിൽ, വിധിക്കുന്ന ലോകത്തിൽ, വിരുദ്ധ തെറ്റിക്കുന്ന ലോകത്തിൽ പൂർണ്ണതയാകുവാൻ ഉള്ള 1ാമത്തെ വഴി ഉപദേശം കൈക്കൊള്ളണം. The first reason, the first method or way by which we keep ourselves is in this world of 4 characteristics is to have the exhortation of the word doctrine. അന്ത്യകാലത്തിന്റെ ലക്ഷണം എന്താ? What is the sign of an end time? അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് അവർ ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ. One of the signs of the end times is that they will not want to listen to the doctrine. ഇനിയും പൂർണ്ണപ്പെടാനുള്ള 2ാമത്തെ വഴി 4:12 നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. The second way is found in the 4th chapter in the 12th verse. Epaphras, who is one of you, a bondservant of Christ, greets you, always laboring fervently for you in prayers, that you may stand perfect and complete in all the will of God. Advising and praying, ഉപദേശവും പ്രാർത്ഥനയും. Doctrine and praying. അന്ത്യകാലത്ത് ക്രിസ്തുവിൽ പൂർണ്ണപ്പെടാൻ
ചതിക്കുന്ന ലോകത്തിൽ, കവരുന്ന ലോകത്തിൽ, വിധിക്കുന്ന ലോകത്തിൽ, വിരുദ്ധ തെറ്റിക്കുന്ന ലോകത്തിൽ നമുക്ക് ദൈവം വച്ചിരിക്കുന്ന വഴിയാണ് ഉപദേശവും പ്രാർത്ഥനയും. The ways that God has set for us to live properly in this world that deceives us, it makes us captive, it judges us, it takes our reward away, is to have doctrine and prayer. ആദിമസഭയുടെ പ്രത്യേകത എന്താ? What's the uniqueness of the early church? അവരെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടും പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പോന്നു. They would receive the word of the apostles, they would pray, they would have fellowship, and they would break bread. 4 പൂർണ്ണതകളാണ് 4 perfectness നമ്മളെ ക്രിസ്തുവിന്റെ മുമ്പിൽ നിർത്തുന്നത്. is what enables us to stand before the Lord. ഞാനതൊന്ന് വേഗം പറയാം. Let me quickly go through that. ഒന്നാമത്തെ പൂർണ്ണത കൊലോസ്യലേഖനം 3:18 മുതൽ 4:1 വരെ പറയുന്നു, പെർഫെക്റ്റിംഗ് യുവർ പ്രൈവറ്റ് ലൈഫ്, സ്വകാര്യ ജീവിതം പൂർണ്ണപ്പെടണം. The first method or first aspect of being perfected is found in chapter 3 verse 18 till the first verse of chapter 4. It talks about you perfecting your private life. ഭാര്യ ഭർത്തൃ ബന്ധം, മക്കൾ മാതാപിതാക്കൾ ബന്ധം, ജോലിക്കാരനും യജമാനനും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ സ്വകാര്യ ജീവിതത്തിന്റെ പൂർണ്ണതയാണ് ക്രിസ്തുവിന്റെ വരവിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ പൂർണ്ണത. The first completion or perfection that we need to see is what happens between the spouses, what happens between parents and children, what happens between your employer and employee. രണ്ടാമത്തെ പൂർണ്ണത 4:2 മുതൽ 4 വരെ പറയുകയാണ്, പെർഫെക്റ്റിംഗ് യുവർ പ്രയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതത്തിന് പൂർണ്ണതയുണ്ടാകണം. The second aspect of perfectness is found in the 4th chapter from verse 2 to 4, and that is to perfect your prayer life. മൂന്നാമത്തെ പൂർണ്ണത 4:5-6 പറയുകയാണ്, സഭയെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റിംഗ് യുവർ പബ്ലിക് ലൈഫ്, പരസ്യ ജീവിതത്തിന് പൂർണ്ണതയുണ്ടാകണം. In the same chapter verses 5 and 6 talks about the third aspect of our perfectness, that is your perfecting your public life. ഇനി നാലാമത്തെ പൂർണ്ണത 4:12 പറയുകയാണ്, പെർഫെക്റ്റിംഗ് യുവർ പേഴ്സണൽ ലൈഫ്, ദൈവഹിതം സംബന്ധിച്ച് നിങ്ങളുടെ രഹസ്യ ജീവിതം പൂർണ്ണപ്പെടണം. And the fourth thing that we see in the 12th verse of the 4th chapter is to say, perfecting your personal life, your personal relationship with the Holy God is established. ഇത് 4 ദിവസം പ്രസംഗിച്ചാലും തീരാത്ത വിഷയമാണ്. If I preach for these for 4 days, it doesn't end. ഒന്ന് സ്വകാര്യ ജീവിതത്തിന്റെ പൂർണ്ണത, First is your private life. 2 പ്രാർത്ഥനാ ജീവിതത്തിന്റെ പൂർണ്ണത, Second is your prayer life. 3 പരസ്യ ജീവിതത്തിന്റെ പൂർണ്ണത, The third is the perfection of your public life. 4 രഹസ്യ ജീവിതത്തിന്റെ പൂർണ്ണത. Fourth is your private personal life. സത്യത്തിൽ 3:18 നിന്നാണ് തുടങ്ങേണ്ടത്. We should start in 3rd chapter verse 18. പക്ഷെ ഞാനതൊന്ന് റിവേഴ്സ് ചെയ്യുക, രഹസ്യ ജീവിതത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. But let's go backwards. We'll start in the secret life, your personal life. 4 ദിവസം വേണമെങ്കിൽ ഈ കാര്യം പറയാൻ പറ്റും. എങ്ങനെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു അതനുസരിച്ച് നമുക്ക് പോകാം. We can meditate on this for the next 4 days. However the Holy Spirit leads, we'll continue. എന്റെ പ്രിയപ്പെട്ടവരെ, 4:12 രഹസ്യ ജീവിതത്തെ കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നത്. The 12th verse of the 4th chapter is what reminds us about our secret life. എന്താ അവിടെ പറയുന്നത്? What is it saying നിങ്ങൾ there? തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ. അപ്പൊ ഒരാൾ കണ്ണുകൊണ്ട് കാണുന്നതും കൈകൊണ്ട് ചെയ്യുന്നതും നാവ് കൊണ്ട് സംസാരിക്കുന്നതും എന്തിനനുസരിച്ചായിരിക്കണം? ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചായിരിക്കണം. What we see with our eyes, what we say with our tongues, what we hear with our ears, how should it be measured? It should be measured to see if it is complete in all the will of God. ഇച്ചിരി കൂടെ ലളിതമായിട്ട് ഞാനത് പറഞ്ഞാൽ, If I were to say it simplistically, എന്താണ് നമ്മുടെ രഹസ്യ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം? what is God's purpose regarding our secret life? കൊലോസ്യർ 3:10 നമ്മുടെ രഹസ്യ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. The 3rd chapter 10th verse is what God desires for our personal life. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പുതുക്കം പ്രാപിക്കുക. We have to put on the new man who's renewed in the knowledge according to the image of him who created him. അപ്പൊ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? So what should happen in our secret life? പ്രിയപ്പെട്ടവരെ, What should happen? പുതുക്കം സംഭവിക്കണം. A renewal must take place. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ When we study the word of God, പല വിധത്തിലുള്ള പുതുക്കങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ we കഴിയും. can see different types of renewals. 6 വിധ പുതുക്കം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. The Bible teaches us about 6 different renewals. ഒന്ന് ഇത് കവനന്റൽ റിന്യൂവൽ അഥവാ ഉടമ്പടിയുടെ പുതുക്കം. First is the covenantal renewal. 2 റിന്യൂവൽ ഓഫ് യുവർ മൈൻഡ്, മനസ്സിന്റെ പുതുക്കം. Second is the renewal of your mind. 3 റിന്യൂവൽ
റിന്യൂവൽ ഓഫ് യുവർ സ്ട്രെങ്ത്, ശക്തിയുടെ പുതുക്കം. The third is the renewal of your strength. 4 റിന്യൂവൽ ഓഫ് യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പുതുക്കം. The fourth is the renewal of your faith. 5 റിന്യൂവൽ ഓഫ് യുവർ തോട്ട്, നിങ്ങളുടെ ചിന്താധാരകളുടെ പുതുക്കം. The fifth is the renewal of our thoughts. 6 റിന്യൂവൽ ഓഫ് യുവർ വിഷൻ, ദർശനത്തിന്റെ പുതുക്കം. And finally the renewal of our vision. അങ്ങനെ ദൈവഹിതത്തിൽ അത് പുതുക്കപ്പെടുമ്പോൾ 6ഓളം പുതുക്കങ്ങൾ നമ്മളിൽ സംഭവിക്കണം. So when we are renewed in the complete will of God, these 6 types of renewals takes place in our life. അവിടേക്കൊന്നും ഞാൻ വിശാലമായിട്ട് പോകുന്നില്ല. I'm not going into details in that topic. പക്ഷേ റിന്യൂവലിനെ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. But think about renewal. അനാക്കാനിയോസ് എന്ന പദമാണ് അതിന്റെ മൂലപദം. Anakadios is the root word for that. അനാക്കാനിയോസിന് 2 അർത്ഥങ്ങളാണുള്ളത്. There are 2 meanings to that root word. ഒന്ന്, നമ്മളിൽ സംഭവിക്കേണ്ട പുതുക്കം. First is what should happen within us. 2, ദൈവം സമ്മാനിക്കുന്ന പുതുക്കം. Second is what God gifts us as a renewal. നാം ദൈവഹിതത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ പുതുക്കം സംഭവിക്കണം. When we come to the word of God, there should be renewal taking place. നമ്മളിൽ പുതുക്കം സംഭവിക്കുമ്പോൾ ദൈവം സമ്മാനിക്കുന്ന ഒരു പുതുക്കമുണ്ട്. When we surrender for the renewal aspect, God also gifts us with the renewal. ഒർലാൻഡോയിലെ സഭയിൽ ഒരു വലിയ പുതുക്കം ദൈവം സമ്മാനിക്കാൻ പോകുകയാണ്. In this church, God is going to gift a renewal to us. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of us believe that? നിങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത ഒരാത്മ പകർച്ചയെ സ്വർഗം ഇതിനകത്ത് പകരുമെന്ന് ഞാൻ പറയുമ്പോൾ വിശ്വാസത്തോടെ അതിന് ആമേൻ പറയാൻ എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാകും? The heavens will impart to us an anointing that has never been seen in the history of the church. How many of us would believe that? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Those who wait upon the Lord shall renew their അവര് strength. കാക്കയെ പോലല്ല പറക്കുന്നത്, ഉറക്ക പറ, കഴുകനെ പോലെ പറക്കും. They're not flying like crows or ravens, but they're flying like eagles. There is another level. ഇതുവരെ സംഭവിക്കാത്തതൊന്ന് ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട, പുതിയതൊന്ന്, സംതിങ് ന്യൂ, ഇതുവരെ സംഭവിക്കാത്തതൊന്ന് ഈ ദിവസങ്ങളിൽ ദൈവം പകരാൻ പോകുകയാണ്. Don't think about what's happened in the past. Don't think about the experience from the previous years. God is going to do something new, and new renewal will take place in the midst of us. ഈ ദിവസങ്ങളിൽ ഒന്നിൽ അങ്ങനെ ഒരു ആത്മപകർച്ച സംഭവിക്കും. And in one of these days, that impartation will take place. അതെപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. I don't know when that is. പക്ഷേ എനിക്കറിയാം, പരിശുദ്ധാത്മാവനോട് പറയുന്നു ഈ ദിവസങ്ങളിൽ ഒന്നിൽ അത് ദൈവം സഭയുടെ മേൽ പകരാൻ പോകുകയാണ്. But one thing I know is the Holy Spirit telling me that in these days that impartation will take place. അത് കൊതിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many parents have that desire? അത് കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many people sitting here desire that? അത് ദൈവം തരുന്നതാണ്. It's what God is giving us. അതിന്റെ അളവ് ഞങ്ങൾക്കാർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. We're unable to measure the dimensions of that. എല്ലാത്തിനും അളവുണ്ട്. Everything has a measure. കഴിക്കുന്ന ആഹാരത്തിന് അളവുണ്ട്. What we eat is measured. കുടിക്കുന്ന വെള്ളത്തിന് 3 ലിറ്റർ അളവാണ്. The water that we're supposed to drink has measures. ശ്വസിക്കുന്ന വായു 8000 ലിറ്റർ അളവാണ്. The air that we breathe is 8000 liters. എല്ലാത്തിനും അളവുണ്ട്. Everything has some sort of പക്ഷേ measure. ദൈവശക്തി അളക്കാൻ പറ്റുമോ? But are we able to measure the power of God? ഈ അത്യന്ത ശക്തി ദൈവം പകരുമ്പോൾ ഇതിനെ അളക്കാൻ കഴിവുള്ള ആരാ ഭൂമിയിലുള്ളത്? When this exceeding power is given to us, who in this world can measure that? ഇത് ദൈവം പകരും. This God will give. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിർബന്ധിക്കുന്നത് ഒരു മീറ്റിംഗ് പോലും നിങ്ങൾക്ക് മിസ്സാകരുത്. That's why I'm telling you, compelling you not to miss a single meeting. ഓരോ മീറ്റിംഗിലും വളരെ ഗൗരവത്തോടെ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. Every meeting God has something serious to talk to us. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവം പുതുക്കാൻ ആഗ്രഹിക്കുന്നു. God has a desire to renew your secret life, your personal life. കാത്തിരിക്കുന്നവർ പുതുക്കപ്പെടുമെന്ന്. Everybody who waits upon him will be renewed. ഈ കാത്തിരിപ്പിന്റെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത്, കാത്തിരിപ്പിനെ യഥാർത്ഥത്തിൽ പഠിക്കണമെങ്കിൽ യെഗസ്കേൽ പഠിക്കണം. If you want to really understand the history and the significance of waiting upon the Lord, you have to study the prophecy of Ezekiel. 4 ലെവലാണ് കാത്തിരിപ്പിനുള്ളത്. 4 dimensions to the waiting upon the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 അധ്യായത്തിൽ പ്രവാസികളുടെ നടുവിൽ ഒരു പുരോഹിതനെയാണ് നമ്മൾ കാണുന്നത്. In the first chapter we see a priest in the midst of the exiles. അയാൾ പ്രവാസികളുടെ നടുവിലെ പുരോഹിതനാണ്. He's a priest among the exiles. പക്ഷേ 1ാമത്തെ ഘട്ടത്തിൽ ഈ പുരോഹിതനെ ദൈവം ആരാക്കി മാറ്റുകയാണ്? പ്രവാചകനാക്കി മാറ്റുകയാണ്. In that first phase, this priest is being transformed into a prophet. അപ്പം പുതുക്കത്തിന്റെ 1ാമത്തെ തലം ഉറക്കപ്പറ, കാത്തിരിക്കുന്നവനെ ദൈവം
മറ്റൊന്നാക്കി മാറ്റുവാനിടയായി The തീരും. first aspect of a renewal is to see someone who is in the current situation is being changed to a different level. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. In the end times, I'll pour out my spirit on all people. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and your daughters will prophesy. ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ തലമുറകളുടെ മേൽ വലിയൊരു ആത്മപകർച്ച സംഭവിക്കുന്നത് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? How many of us believe that without any sort of generational gap that there would be the Spirit of God would minister and manifest among the people? ആരാ പ്രവാസി? Who's in exile? ഒരു രാജ്യത്ത് ജനിച്ച് അവിടെ ജീവിക്കുവാൻ കഴിയാതെ പ്രാചീന കാലഘട്ടത്തിലെ അടിമത്ത നിമിത്തമോ ഈ കാലഘട്ടത്തിലെ ജോലി നിമിത്തമോ മറ്റൊരു നാട്ടിൽ പോയി പാർക്കുന്നവരുടെ പേരാണ് പ്രവാസികൾ. An exile is someone because of the complications or conflicts within their own nation are unable to live there, have to go to a foreign land, or for some sort of means of income they travel to a foreign land. പ്രവാസികളുടെ നടുവിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന Ezekiel is a priest who is ministering among the exiles. പക്ഷേ ദൈവം അവനെ പുതുക്കിയപ്പോൾ അവൻ ഒരു പ്രവാചകനായി But മാറി. when God renewed him, he became a prophet. രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിച്ചേ. Second, Ezekiel chapter 2 and verse 1. മനുഷ്യപുത്ര നിവർന്നു നിൽക്കാ. Son of man, stand on your feet. ഒന്നാം അധ്യായത്തിൽ പ്രവാചകനാണെങ്കിലും ഇവയ്ക്ക് അഭിഷേകം ഉണ്ടെങ്കിലും ഇവക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ല. Even though he's a prophet in the first chapter, even though he has anointing in the first chapter, he's unable to stand on his own feet. പുതുക്കാൻ തീരുമാനിച്ചപ്പോ ദൈവം പറയാ, നീ കുനിഞ്ഞിരുന്ന കാലം കഴിഞ്ഞു, ഞാൻ നിന്നെ നിവർത്താൻ പോകുകയാ. When the renewal is about to take place, God says it is enough that you have been sitting and bowing down. It's time for me to make you rise and stand on your feet. അപമാനം സഹിച്ച് തോൽവി സംഭവിച്ച് പരാജയം അനുഭവിച്ച് കുനിഞ്ഞിരുന്ന ചിലരോട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുകയാ, നിന്റെ ആ കാലം കഴിഞ്ഞു, സ്വർഗ്ഗം നിന്നെ നിവർത്താൻ പോകുകയാ. If you've experienced humiliation or embarrassment or dishonor in your life at some point, I am telling you under the inspiration of the Holy Spirit, this is the time for you to be honored, for you to lift your heads up and stand on your feet. എന്നും നീ കുനിഞ്ഞിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not allow you to sit bow down prostrate all the time. ഏത് വിഷയത്തിലാണോ നീ കുനിഞ്ഞിരിക്കുന്നത്, ഈ പ്രാർത്ഥനയുടെ അകത്ത് കുനിഞ്ഞിരിക്കുന്ന ചിലരെ ദൈവം നിവർത്തുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? No matter how much or the weight that has burdened you down, how many of us believe that in this meeting that God can lift our heads back up? വളരെ ശക്തമായി പരിശുദ്ധാത്മാവനോട് പറയുന്നു, വർഷങ്ങളായി ചില വിഷയങ്ങളുടെ അകത്ത് നിന്റെ തല കുനിഞ്ഞിരിക്കുമ്പോൾ നിന്റെ തലയൊന്നും കുനിഞ്ഞിരിക്കത്തില്ല, ദൈവം നിന്നെ നിവർത്താൻ പോകുകയാണ്. The Holy Spirit is compelling me strongly to say that many years you've been waiting down or weighed down and looking down, and the Holy Spirit is saying that's no longer the case. It's time for your heads to be lifted. മൂന്നാം അധ്യായത്തിൽ ഒരു ചുരുളു ദൈവം അവന് കൊടുക്കുകയാണ്. In the third chapter, he is receiving a scroll. എവിടെ നിന്ന്? From where? സ്വർഗ്ഗത്തിൽ നിന്ന്, from heaven, ഉയരത്തിൽ നിന്ന്. from high. ഭൂമിയിലുള്ളതൊന്നും നിന്നെ തൃപ്തിപ്പെടുത്താതിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ചിലത് ദൈവം നിന്റെ മേൽ പകരുന്ന ദിവസങ്ങൾ, ഭൂമിയിലുള്ളതൊന്നും നിന്റെ നീടിന് സഫിഷ്യന്റ് അല്ലാതിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ളത് ദൈവം നിന്റെ പകരും. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? When the things of this world are unable to satisfy us, the heavens will open up and give us something. And how many of us believe that? വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ഉയരത്തിൽ നിന്ന് സ്വർഗ്ഗം ചെയ്യുന്നത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ? What the medicine cannot do, what our doctors cannot do, how many of us believe that the heavens can do that for us? നാലാം അധ്യായം മുതൽ ഒരു വലിയ ഒരു ഭാരം വഹിക്കുവാൻ അവനെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. Now from the 4th chapter onward, God has chosen him to carry a great burden. 37 അധ്യായത്തിൽ അവൻ അസ്ഥികളുടെ നടുവിൽ നിൽക്കുകയാണ്. In the 37th chapter, he's standing in the midst of bones. ദൈവം ചോദിക്കുക, ഇത് ജീവിക്കുവോ? And God is asking, will these bones live? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയത്തില്ല, പക്ഷെ ഇത് ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. I don't know if they will live, he responded, but I have done what you've asked me to do. അപ്പോൾ ദൈവം പറയാ, നീ ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യാൻ പോകുകയാണ്. And the Lord responds, if you have done what you were supposed to do, I am going to do what I'm supposed to do. പുതുക്കമാണ് 48 അധ്യായത്തിൽ സംഭവിച്ചത്. And that renewal is what's taking place in the 48th chapter. അന്നു മുതൽ ആ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെയാകും എന്ന് പറ പേരാകും. അപ്പൊ ദൈവം ചെയ്യുന്ന ചില പ്രവർത്തികൾ ഈ സഭയ്ക്കകത്ത് നടക്കാൻ പോകുകയാണ്. That's when that town was changed into the name of Jehovah Shammah, meaning the Lord is there, when the Lord is here in the midst of this church. ഞാനൊരു കാര്യം ലളിതമായിട്ട് പറയട്ടെ. Let me say something very simplistic. ദൈവം പ്രവർത്തിച്ചതാണെന്ന് ലോകം പറയത്തക്ക നിലയിൽ
ഒരത്ഭുതം ഈ പ്രാർത്ഥനയുടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകരാൻ പോകുകയാണ്. God is going to do something in our life where it says the world has to say only God could do this. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? How many of us believe that? അതെങ്ങനെയൊക്കെയാണെന്ന് നാളെ രാത്രി ഞാൻ പറയാം. I will tell you tomorrow night how it works. ദൈവം സമ്മാനിക്കുന്ന പുതുക്കം എന്താണെന്ന് നാളെ രാത്രി ഞാൻ പറയും. I will tell you the renewal that God gives us tomorrow night. പക്ഷേ ഇന്ന് രാത്രി അടുത്ത 10 മിനിറ്റിൽ എനിക്ക് പറയാനുള്ളത്, What I want to tell you in the next 10 minutes is നമ്മളിൽ സംഭവിക്കേണ്ട ഒരു പുതുക്കമുണ്ട്. the renewal that needs to take place within us. നമ്മളിൽ നടക്കേണ്ട ഒരു പുതുക്കം, The renewal that needs to take place within us. അതെങ്ങനെയാണെന്ന് ആ ലേഖനത്തിൽ തന്നെ പറയുകയാണ്. And it talks about how that should happen in the same episode. ആ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വന്നേ. Let's come to the 3rd chapter of the letter to the 5-ാം Colossians. വാക്യം വായിച്ചേ. Let's read verse 5. 5-ാം വാക്യം. ആ ആ ഇനി 8-ാം വാക്യം വായിച്ചേ. Verse 8. ഇനി 12-ാം വാക്യം വായിച്ചേ. Verse 12. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. 5-ാം വാക്യം, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇതുള്ളവർ വല്ല വിടിരിപ്പുണ്ടോ? 5th verse, it talks about fornication, uncleanness, passion, evil desire, covetousness. Is anybody with those qualities sitting here? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവരാരും ഇവിടെ ഇരിപ്പില്ല. അങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത്. I believe that no one with those qualities sit here, because I don't think this is a place, if you had those qualities, that you could sit. പക്ഷെ നമ്മുടെയൊക്കെ പൂർവ്വകാലത്തെ കുറിച്ചായി പറയുന്നത്. It's talking about our previous life. ഞങ്ങളൊക്കെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറയാ, കുടിക്ക് ഒരു കുറവും ഇല്ലാത്തവര്. അങ്ങനെ ജീവിച്ച ഒരു കാലമുണ്ട് നമുക്ക്. There's a time that we lived in a very different manner. പക്ഷേ അവിടെ ഒന്നാണ് കർത്താവ് രക്തം തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. That's where the Lord gave blood and redeemed us. ഇനി 8-ാം വാക്യം നോക്കിക്കേ. Verse 8. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, anger, wrath, malice, blasphemy, filthy language out of your mouth. ദുർവാശനം, Do not lie to one another. ഇവയൊക്കെ വിട്ടുകളവി. Put this away. ഇതുള്ളവരുണ്ടോ? Anybody here with those qualities? ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നവർ പലരും ഇതിനകത്തിരിപ്പുണ്ട്. There are people who do this on a regular basis. ഹലോ, മറ്റിടത്തൊന്നും ഇങ്ങനെ പോകുന്നെങ്കിൽ ഇതിന് ഒരു മാറ്റവും. Even though we've left the 5th verse, but changes to the 8th verse hasn't happened. കോപം ഒന്ന് പറഞ്ഞാൽ അച്ഛനും രണ്ടാമത് എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുത്, എൻ്റെ വല്യപ്പൻ്റെ മുൻകോ. അങ്ങേരാണ് പെന്തിക്കോസുകളിൻ്റെ അകം പോയിട്ട് കളിഷാപ്പിൻ്റെ അകം മാത്രം കണ്ട മനുഷ്യനാ. അങ്ങേറെ സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഇവിടുന്നും പോവാം മുന്നോട്ട്. If we move forward from there, 12-ാം വാക്യം 12th verse. എന്താ വായിച്ചേ? വൃതന്മാരും പ്രിയരും വിശുദ്ധരുമായി മനസ്സലിവ് ചിലർക്ക് ആരോടും ഒരു കോപവും ഇല്ല. Some people are never angry at anybody, പക്ഷെ ആരോടും ഒരു കണ്ണിച്ചോരയില്ല. but they're also never compassionate to anybody. അറുത്ത കൈക്ക്. സത്യത്തിൽ പുതുക്കമെന്ന് പറഞ്ഞാൽ ഇതാ, ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ്. ഇത് സമ്പൂർണ്ണമാകണം. To say that we have been renewed, it should be something that is complete. ഇതൊരു പ്രോസസ്സാ പ്രിയപ്പെട്ടത്. It's a process. ഇതൊരു യാത്രയാ. It's a journey. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ലിത്. It doesn't happen. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നാം വ്യത്യസ്തരാകണം. എനിക്ക് മാറാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഒരാൾക്ക് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ മാറാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരാളിലാണ് അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകുന്നത്. It's a process. It doesn't happen overnight. It's when we surrender and say, I'm unable to change myself, and the grace of God comes and that transformation takes place. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതുക്കം സമ്പൂർണ്ണമാകണം. The renewal must be complete. ഇനി പുതുക്കത്തിന്റെ രണ്ടാമത്തെ സ്വഭാവം, the second aspect of renewal. 7-ാം വാക്യം നോക്കുക. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മതി. നിങ്ങളും in which you yourselves once walked, which when you lived in them. Verse 7. It should be personal. ഇത് വ്യക്തിപരമാകണം. This should be a personal renewal. ഹലോ, Amen. ഈ ചിലർക്കൊരു ദൂതൊക്കെ കേട്ട ആരോടാന്ന് നന്നായിട്ട് അറിയാം.
When someone gives a message, others who are listening will know exactly who it's directed to. ഇത് അച്ഛനാണ്, ഇത് അമ്മാമ്മയ്ക്കാണ്, ഇത് ആ കൊച്ചിനാണ്, ഇത് ആ പാസ്റ്റർ ഭാര്യയ്ക്കാണ്, ഇത് ആ പാസ്റ്റർ. കഴിഞ്ഞ ദിവസം ഞാനിടത്ത് പ്രസംഗിച്ച ഇറങ്ങിയപ്പോൾ ഒരു അമ്മാമ്മ ഒരു കൊച്ചിനോട് പറയാം, മോളെ എല്ലാം ഏറ്റെടുത്തോളം മൊത്തം നിനക്കുള്ളതായിരുന്നെന്ന്. As I was preaching and leaving a place, I heard an auntie telling one of the younger girls, "Did you hear everything? Did you receive everything? Because every part of that message was for you." നമുക്കെല്ലാവർക്കും ഉള്ളതറിയാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്കുള്ളതെന്തോ അത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. We know when it's meant for somebody else and who it's meant for, but when it's meant for us, we never know it. ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? Have you understood? അവർക്ക് ഇവർക്കും വീതിച്ചു കൊടുക്കാതെ ഇതെന്നോട് ആ ദൈവം ഇടപെടും. അയ്യോ, പ്രസംഗിക്കുന്ന എന്നോട് ഇടപെടാതെ നിങ്ങളോട് ഇടപെടുവോ? എന്നോട് ആ ദൈവം സംസാരിക്കുന്നു. വ്യക്തിപരമാകണം പുതുക്കം. That renewal must be personal. Instead of pointing fingers or dividing it with others, say this message is for me. The Lord is speaking to me. ഇനി അടുത്ത ഒരു കാര്യമുണ്ട്. There's another thing. 4:16 2 കൊരിന്ത്യർ, ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. In 2 Corinthians 4:16, our inner man is renewed day by day. ഇത് കണ്ടിന്യൂസ് ആകണം. It's a continuous process. ഇപ്പോൾ ഒരു പുതിയ ഐഫോൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എത്ര മോനെ? 16. 16 അല്ലേ? Yeah. ഒത്തിരി ഫീച്ചേഴ്സ് അതിനുണ്ടല്ലേ? And the new phone has many features. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, Let me ask you one thing. ചാർജ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് Does it need to be charged? വേണോ? അതെന്നാ? Why is that? അതാ ടെസ്ലയുടെ വണ്ടി ആണേലും അതിന് $1.5 million ആണേലും സാധനം കുത്തിയിടാത്തിടത്തോളം കാലം ഇത് ഓടത്തില്ലെന്ന്. Even if it's a Tesla car that's very expensive, unless you charge it, it doesn't go anywhere. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതുക്കം നിരന്തരമായിരിക്കണം. Renewal must be continuous. സമ്പൂർണ്ണമായിരിക്കണം. It must be complete. നിരന്തരമായിരിക്കണം. It must be continuous. ഹല്ലേലൂയ. വ്യക്തിപരമായിരിക്കണം. It must be personal. ഇങ്ങനെ ഒരു പുതുക്കത്തിന്, And for a renewal such as this, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നാം സമർപ്പിച്ചാൽ, if we surrender our personal lives, ദൈവം ചിലത് ചെയ്യും. God will do certain things. സൈന്യത്താലല്ല, Not by might, ശക്തിയാലല്ല, not by power, ഉറക്കെ പറ, in the name of Jesus. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നാളെ രാത്രി പറയാം. We'll talk about it tomorrow night. ദൈവം തരുന്നതിന്റെ ഒന്നും അളവൊന്നും ആർക്കും ഒന്ന് അളക്കാൻ പറ്റത്തില്ല. No one is able to put a measure around or measure the dimensions by which the Lord works. സെരുബാബേലിനോടൊക്കെ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ മുദ്രാമോതിരമാക്കുമെന്നാ പറഞ്ഞത്. To Zerubbabel he said, I'll make you a ring of seal. എന്റെ കയ്യെ മോതിരം കിടന്ന മുദ്രാമോതിരമല്ല, പക്ഷെ രാജാവിന്റെ കയ്യെ മോതിരം കിടന്നാൽ അത് മുദ്രാമോതിരവാ. അപ്പൊ ദൈവം ചില അധികാരം, എത്ര പേര് രാത്രി കൊതിക്കുന്നുണ്ട് ഒരു വലിയ പുതുക്കം ദൈവം നമ്മുടെ മേൽ പകരാൻ ആഗ്രഹിക്കുമ്പോൾ? How many of us desire and pray for a new renewal to take place that God gives unto us? എല്ലാ കണ്ണുകളും ദൈവസ്ഥലം നടച്ച്, Every eye closed. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, Everybody praying to the Lord. സൈന്യത്തിന് കഴിയാത്തത്, ശക്തിക്ക് കഴിയാത്തത്, ആളുകൾക്ക് കഴിയാത്തത്, ബന്ധങ്ങൾക്ക് കഴിയാത്തത്, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. What the might cannot do, what the power cannot do, what the people cannot do, what a person cannot do, God can do those things. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചെയ്യാൻ പോകുകയാ. What people cannot do, God will do. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ഈ രാത്രി ഒർലാൻഡോയിലെ സഭയോട് ശക്തമായി ദൈവാത്മാവ് പറയുന്നു, മനുഷ്യരാരും ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. And to the Orlando church, the Holy Spirit is saying that what people cannot do, God will do in this church. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? How many of us have that എത്ര desire? പേര് അത് കൊതിക്കുന്നുണ്ട്? How many of us crave for that? ദൈവം ചിലത് പകരാൻ ആഗ്രഹിക്കുക. God wants to impart certain things. അടിമുടി ഒരു മാറ്റം ദൈവം ചെയ്യാൻ പോകുകയാ. For a complete change. അസ്ഥികൾ ചലിക്കാൻ പോകുകയാ. For the bones to move. അസ്ഥികൾ ജീവിക്കാൻ പോകുകയാ. For the bones to have life. അസ്ഥികൾ നടക്കാൻ പോകുകയാ. For the bones to walk. സൈന്യത്തെ പോലെ നടക്കാൻ പോവുക. To walk like an army. രാജകീയമായിട്ട് നടക്കാൻ പോകുകയാ. To walk like royalty. അപമാനിതരായി നടന്ന ചിലരോട് ഈ രാത്രി ഞാൻ ആത്മാവി പറയുക, രാജകീയമായി ഇതിനെ നടത്തുന്ന ഒരു അഭിഷേകം. And to those who have been disregarded and dishonored, I'm telling you, here comes a day when you walk as royalty. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of us desire that? ഒറ്റ കാര്യം, One thing. ഒറ്റ
ഒരൊറ്റ കാര്യം one thing, നമ്മളിൽ നടക്കേണ്ടി വരും, പുതുക്കം. a renewal that must take place within us. എന്നെ ഒന്ന് പുതുക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? How many of us will pray, Lord, renew me? യെസ്, ആ രണ്ട് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു. Two hands lifted up and let's pray. ബലിപീഠത്തിലെ യാഗമൃഗം പോലെ As an animal on the altar, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോ as the clay in the potter's hand. എന്റെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് പുതുക്കണേന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? Lord, renew my personal life. കർത്താവേ, എനിക്കിനി ഈ കോപം കൊണ്ട് നടക്കണ്ട, എനിക്കിനി ഈ പക കൊണ്ട് നടക്കണ്ട, എനിക്ക് ഒത്തിരി നാള് ഞാനത് കൊണ്ട് നടന്നു, അതാണ് എന്റെ ജീവിതത്തിന്റെ പരാജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Lord, I don't want to walk with anger anymore. I don't want to walk with malice anymore. I have walked with those things so many times and I'm tired of that. വളരെ ശക്തമായി ചിലരെ ദൈവാത്മാവിന്ന് രാത്രി തൊട്ടോണ്ടിരിക്കുന്നത് എനിക്ക് ആത്മാവി മനസ്സിലാകുന്നുണ്ട്. I am discerning in the spirit that the Lord God, the Holy Spirit is touching some of you individually. എനിക്ക് ജീവിതത്തിലൊന്ന് മാറണം. Lord, my life needs a change. എന്റെ സ്വഭാവത്തിൽ എനിക്കൊന്ന് മാറണം. My character needs to be എന്റെ changed. കർത്താവിന്റെ ഹിതമനുസരിച്ച് എനിക്കൊന്ന് മാറണം. To change according to the will of God. എത്ര പേര് ആത്മാർത്ഥമായി How പ്രാർത്ഥിക്കും? many of us will pray sincerely? പരിശുദ്ധ പിതാവേ, Hallelujah. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ, അങ്ങ് ഈ ദിവസങ്ങളിൽ പകരാൻ ആഗ്രഹിക്കുന്ന ഒരു പുതുക്കം ഉണ്ടല്ലോ, Yes. അതിനുവേണ്ടി ഞങ്ങളുടെ ജഡസ്വഭാവങ്ങളെ ഉരിഞ്ഞു കളയുവാൻ കർത്താവേ, ചതിക്കുന്ന ഈ ലോകത്തിൽ, കവരുന്ന ഈ ലോകത്തിൽ, വിധിക്കുന്ന ഈ ലോകത്തിൽ, വിരുദ് തെറ്റിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, വിശുദ്ധരായി അങ്ങയുടെ സന്നിധി നീക്കാനുള്ള ഒറ്റ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങളുടെ സകല ജഡ സ്വഭാവങ്ങളെ അതിന്റെ രാഗമോഹത്തോടെ ഉരിഞ്ഞു കളയുവാ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കും. Amen. Thank you, Jesus. സന്ദേശത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട സകല ദൈവമക്കളെ അനുഗ്രഹിക്കും, തുടർമാനം ശക്തീകരിക്കും, ഉപവസിക്കുന്നവർക്ക് പിന്നെയും ബലം പകരും, യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. നാളെയും പുതുക്കത്തിന്റെ അടുത്ത തലം വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം സമ്മാനിക്കുന്നത് ഏറ്റെടുക്കാനുള്ള കൊതിയോടെ നമുക്ക് കടന്നു വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the word of these God bless us, and God willing, tomorrow will come prepared to receive the rest of the message, specific to the renewal that God gives us. May God bless us.